വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് collegemunshi.com. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് +2 കഴിഞ്ഞ് BCA എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം BCA പോലൊരു കോഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. അപ്പോൾ അത് പഠിക്കുമ്പോൾ നമ്മൾ അത്രയും നമുക്ക് എക്സ്പോഷർ കിട്ടുന്ന ഒരു സ്ഥലത്ത് പഠിച്ചിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ അത്രയും നമുക്ക് എക്സ്പോഷർ തരാൻ പറ്റുന്ന ഒരു പ്ലേസാണ് ബാംഗ്ലൂർ. നമ്മുടെ ഇന്ത്യൻ തന്നെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന ഒരു സിറ്റിയാണ് ബാംഗ്ലൂർ. സോ ബാംഗ്ലൂർ പോലത്തെ ഒരു സ്ഥലത്ത് നമ്മൾ BCA കോഴ്സ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ കരിയറിനും അതേപോലെ തന്നെ നമുക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനും അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്തൊരു കാര്യമാണ് ബാംഗ്ലൂരിൽ നമ്മൾ ഏത് കോളേജിൽ പോയിട്ടാണ് BCA പഠിക്കാനായിട്ട്. ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് കോളേജസും ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഉള്ളൊരു പ്ലേസാണ് ബാംഗ്ലൂർ. സോ ഇത്രയും അധികം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ബാംഗ്ലൂരിൽ തന്നെ BCA എടുക്കാൻ പറ്റിയിട്ടുള്ള ബെസ്റ്റ് കോളേജസ് ഏതാണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ബാംഗ്ലൂരിൽ തന്നെ കുറേ അധികം പ്രീമിയം കോളേജസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കോളേജസിൽ തന്നെ നമുക്ക് BCA പോലൊരു കോഴ്സ് ഏറ്റവും എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കോളേജാണ് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ക്രൈസ്റ്റ് എന്നുള്ളൊരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര സുപരിചിതമായിട്ടുള്ളൊരു പേരാണ്. അവിടെ പഠിക്കാനായിട്ട് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ തന്നെ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ വരാറുണ്ട്. അപ്പോൾ ഈ ഒരു ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇത്രയും അധികം കോമ്പറ്റീഷൻ വരാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഒന്നാമത്തെ റീസൺ അവിടെ 100% പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം BCA എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. അപ്പോൾ കൂടുതൽ സ്റ്റുഡൻസും ഈ ഒരു ഫീൽഡിലോട്ട് വരുന്നത് ഗ്രാജുവേഷൻ കഴിഞ്ഞ ഉടനെ ജോബ് കിട്ടുക ആ ഒരു മൈൻഡ് സെറ്റിലായിരിക്കും കൂടുതൽ സ്റ്റുഡൻസും വരുന്നത്. സോ പ്ലേസ്മെൻറ്റ് ഓഫർ ചെയ്യാതെയാണ് നമ്മൾ ഈ ഒരു കോഴ്സ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ബെനിഫിറ്റ് കാര്യങ്ങൾ ഉണ്ടാവില്ല. കാരണം പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടി വരും. ഇപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റി തന്നെ നമുക്ക് പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ കോളേജ് ഗ്രാജുവേഷൻ കഴിയുമ്പോൾ തന്നെ നമുക്ക് പ്ലേസ്മെൻറ്റ്സ് കിട്ടും. അതും ടോപ്പ് MNCസിലായിരിക്കും ഇവർ നമ്മളെ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് പോരാത്തതിനുള്ളൊരു കാരണം എന്ന് പറയുന്നത് അടുത്തൊരു റീസൺ എന്ന് പറയുന്നത് ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന സ്പെഷ്യലൈസേഷൻസ് ആണ്. BCAയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും കുറേ അധികം സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. സോ ഏത് സ്പെഷ്യലൈസേഷൻ ചൂസ് ചെയ്താലായിരിക്കും നമുക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടുക, എക്സ്പോഷർ കിട്ടുക, ഹൈ സാലറി കിട്ടുക എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ക്രൈസ്റ്റിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന BCAയിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന സ്പെഷ്യലൈസേഷൻസ് പറയുന്നത് ഡാറ്റ സയൻസ്, AI, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പോലുള്ള ഫ്യൂച്ചറിൽ ഒരുപാട് ജോലി സാധ്യതകൾ വരാൻ പോകുന്ന ഫീൽഡിലുള്ള സ്പെഷ്യലൈസേഷൻസ് ആണ് അവർ BCAയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ BCAൻ്റെ ഒപ്പം ഏത് സ്പെഷ്യലൈസേഷൻ ചൂസ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതാണ്. നെക്സ്റ്റ് എല്ലാ ഫെസിലിറ്റീസോടും കൂടി BCA പഠിക്കാൻ പറ്റിയിട്ടുള്ള ബെറ്റർ ആയിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ക്രിസ്തു ജയന്തി. ബാംഗ്ലൂരിൽ തന്നെ വൺ ഓഫ് ദ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ആൻഡ് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ ബാക്കിയുള്ള പ്രീമിയം കോളേജസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിലായിരിക്കും നിങ്ങൾക്ക് ക്രിസ്തു ജയന്തിയിൽ ഈ ഒരു അഡ്മിഷൻ പോസിബിൾ ആയിട്ടുള്ളത്. ആൻഡ് ഇവിടെയും നമ്മൾ ക്രൈസ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ അത്രയും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സ്പെഷ്യലൈസേഷൻസ് ആണ്. ലൈക്ക് AI, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പോലുള്ള സ്പെഷ്യലൈസേഷൻസ് ആണ് ഇവരും BCAയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഇവർ കുറച്ചും കൂടിയും ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് കൊടുക്കുന്നത്. ലൈക്ക് കുട്ടികൾക്ക് കുറച്ചുകൂടി റിയൽ വേൾഡ് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാനും പ്രാക്ടിക്കൽ നോളജ് കിട്ടാനും വേണ്ടിയിട്ടുള്ള ക്ലാസ് റൂമിലായിക്കോട്ടെ പ്രാക്ടിക്കൽ നോളജ് ആയിക്കോട്ടെ അവർ കുറച്ചും കൂടി ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമാണ് ഈ ഒരു BCAയിൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പോരാത്തതിന് ഇവിടെ ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ്, പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് പോലുള്ള ഒരുപാട് ബെനിഫിറ്റ്സും ഈ ഒരു ക്രിസ്തു ജയന്തിയിൽ പഠിക്കുകയാണെങ്കിൽ സ്റ്റുഡൻസിന് ലഭിക്കും. നെക്സ്റ്റ് വരുന്നൊരു യൂണിവേഴ്സിറ്റിയാണ് ജെയിൻ യൂണിവേഴ്സിറ്റി. ജെയിനും നമ്മൾ കുറേ പേര് ഏറ്റവും കൂടുതൽ പരിചയമുള്ളൊരു പേരാണ്. കോമ്പറ്റീഷൻസ് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ഒരുപാട് വരുന്നൊരു ഫീൽഡും കൂടിയാണ് ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനായിട്ട്. ആൻഡ് ഇവരും ഈ ഒരു പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടി ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് ആയിട്ടാണ് പ്രോഗ്രാംസ് കൊടുക്കുന്നത്. ആൻഡ് ജെയിൻ യൂണിവേഴ്സിറ്റി അറിയപ്പെടുന്നത് തന്നെ ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് ആയിട്ട് BCA പ്രോഗ്രാം കൊടുക്കുന്നതുകൊണ്ട് അത്രയും ഫേമസ് ആയിട്ട് അത്രയും സ്റ്റുഡൻസിൻ്റെ ഇടയിൽ പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് ജെയിൻ. പിന്നെ ഇവർ റിസർച്ച് ബേസ്ഡ് ലേണിംഗ് ആണ് കുട്ടികളെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ എക്സ്പോഷർ കൂടി കിട്ടും. നെക്സ്റ്റ് വരുന്നൊരു ബാംഗ്ലൂരിലെ തന്നെ പ്രീമിയം കോളേജാണ് സെൻറ്റ് ജോസഫ്സ് കോളേജ്. അപ്പോൾ ഈ ഒരു കോളേജിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് IT സെക്ടറിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പ്ലേസ്ഡ് ആയിരിക്കുന്നത് ഈ ഒരു കോളേജിൽ നിന്നാണ്. നമ്പർ ഓഫ് 100% പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് ഇവർ കൊടുക്കുന്നുണ്ട്. ആൻഡ് ഇവർക്കും ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ട്. അത്രയും ബെറ്റർ സ്പെഷ്യലൈസേഷൻസ് ആണ് ഇവർ BCA പ്രോഗ്രാംസിന് പ്രൊവൈഡ് ചെയ്യുന്നത്.
നെക്സ്റ്റ് വരുന്നൊരു യൂണിവേഴ്സിറ്റിയാണ് രാമയ്യ യൂണിവേഴ്സിറ്റി. ഇതിൽ BCA പ്രോഗ്രാം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഇവരുടേതായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള രാമയ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലാണ്. ഇവരും BCAയിൽ ഇതേപോലത്തെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് സ്പെഷ്യലൈസേഷൻസും അതേപോലെ തന്നെ 100% പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ്, ഇൻറ്റേൺഷിപ്പ് അസിസ്റ്റൻസ് പോലുള്ള ഒരുപാട് ബെനിഫിറ്റ്സും സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ ഇത്തരം ഒരുപാട് അഡ്വാൻറ്റേജസ് സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ബാംഗ്ലൂരിൽ പഠിക്കാൻ പറ്റിയ നിരവധി കോളേജസ് ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള കോളേജസ് ആണ് മൗണ്ട് കാർമൽ, പ്രസിഡൻസി ആൻഡ് ഇഷ്ടംപോലെ ഇനിയുണ്ട്. ആൻഡ് നമുക്ക് ഈ ഒരു കോളേജസിലൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് BCA കോഴ്സ് പഠിക്കുമ്പോൾ അത്രയും ബെറ്റർ ആയിട്ടുള്ള ഒരു എക്സ്പോഷറാണ് കിട്ടുന്നത്. പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ്, ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് പോലുള്ള ഒരുപാട് ബെനിഫിറ്റ്സും ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. സോ BCA പോലൊരു ജോബ് ഓറിയൻറ്റഡ് കോഴ്സ് ഏറ്റവും ബെറ്റർ പ്ലേസ്മെൻറ്റ്സ് കിട്ടുന്നത് ബാംഗ്ലൂരിലായിരിക്കും. ബാംഗ്ലൂരിൽ വേറെ അനവധി ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, എന്നാൽ നമുക്ക് വേണ്ട ഫെസിലിറ്റീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യാൻ അവർക്ക് സാധിച്ചോളണമെന്നില്ല. സോ നിങ്ങളൊരു കോളേജ് ചൂസ് ചെയ്യുമ്പോൾ ഏറ്റവും ബെറ്റർ ഫെസിലിറ്റീസ് അവർക്ക് ഇൻഡസ്ട്രി കൊലാബറേഷൻസ്, ടൈഅപ്സ്, സ്പെഷ്യലൈസേഷൻസ്, അതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് തന്നെ സർട്ടിഫിക്കറ്റ് വാല്യൂ ഉണ്ടോ, അക്രഡിറ്റേഷൻസ് ഉണ്ടോ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഒരു കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാനായിട്ട്. ആൻഡ് നിങ്ങൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ BCAക്ക് എൻട്രൻസ് വേണ്ടി വരും. BCAക്ക് നിങ്ങൾ അഡ്മിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ള യൂണിവേഴ്സിറ്റീസിൻ്റെ എൻട്രൻസ് എക്സാംസ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം മുന്നേ തന്നെ നോക്കുക. ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും, എന്നാലും എക്സാം കഴിയട്ടെ എന്ന് പറഞ്ഞ് ആരും വെയിറ്റ് ചെയ്യേണ്ട. ഇപ്പം തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണെന്ന് നിങ്ങൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അവരുടെ ഗൈഡ് ലൈൻസ് നോക്കിയിട്ട് എങ്ങനെയാണ് അവരുടെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കുക. ഇനി നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നില്ല, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ കരിയർ ഗൈഡൻസും എല്ലാ തരത്തിലുള്ള കോളേജിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ അതിനായിട്ട് നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.